ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും റെയിൻ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എനിക്കറിയത്തില്ല, നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ കാഴ്ച ഞാൻ കണ്ടത് ഇപ്പം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഈ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തത്. അപ്പം നമ്മൾ വളർത്തുന്ന ചെടികളും പൂക്കളും ഒക്കെ അത് പൂക്കുമ്പോഴും തളിർക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവും അല്ലേ. നമ്മുടെ സന്തോഷം എപ്പോഴും നമ്മൾ കണ്ടെത്തുന്നതായിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഇന്ന് സങ്കടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക. നമുക്ക് ഏത് കാര്യത്തിലാണ് താല്പര്യം അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരിത്. അപ്പം ഇന്നത്തെ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുന്തിരിച്ചെടി പ്രൂൺ ചെയ്തതെന്നല്ലോ. അപ്പം മുന്തിരിച്ചെടി നമ്മൾ എല്ലാ വർഷവും നല്ല വേനയ്ക്കാണ് പ്രൂൺ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വെയിൽ വരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പ്രൂൺ ചെയ്തു. അപ്പോൾ പ്രൂൺ ചെയ്ത വകയിൽ നല്ല കുറച്ച് കമ്പുകൾ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇത് തൈകളാക്കി എടുക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുമ്പം നല്ല ഉണക്കായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇലകളൊക്കെ വരുമല്ലോ എന്ന ഒരു വിശ്വാസപ്രകാരം ഞാൻ ഇട്ടതാണ്. എന്തായാലും ആ വിശ്വാസം തെറ്റിയില്ല. ഇലകൾക്ക് പകരം ആ ഒരു മുറിച്ചിട്ട കമ്പിൽ മുന്തിരിക്കുല തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഈ ഒരു കമ്പാണ് കേട്ടോ, ഇതിലാണ് ഒരു കുഞ്ഞി മുന്തിരിക്കുല വന്നിരിക്കുന്നത്. അപ്പം ഇത് കണ്ടപ്പം അയ്യോ എൻ്റെ പൊന്നെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് നിങ്ങളെയും കൂടെ ഞാൻ കാണിക്കാമെന്ന് വെച്ചു കേട്ടോ. ഇത് പറയാൻ വീട്ടിലാരുമില്ല, അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. ഇനി എല്ലാവരും വന്നിട്ട് വേണം മക്കളെയും ഏട്ടനെയൊക്കെ ഇത് കാണിക്കാനായിട്ട്. അപ്പം നമ്മുടെ കുഞ്ഞി മുന്തിരിക്കൊല എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ, മുറിച്ചിട്ട കമ്പിൽ വെള്ളത്തിൽ കിടന്നാണ് മുന്തിരിക്കൊല ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്തിരിച്ചെടിയുടെ വീഡിയോ പ്രൂണിങ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. ഇതൊക്കെ കയറി കാണാൻ താല്പര്യമുള്ളവർ കാണണം കേട്ടോ. എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു ദിവസമായി തീരട്ടെ ഇന്നത്തേത്.